ഹലോ, അപ്പം ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴമൊക്കെ വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പം ഇതിന് വേണ്ടിയിട്ട് 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പം നല്ലവണ്ണം പഴുത്ത് കറുപ്പ് കളറായ പഴം എടുക്കരുത് ഇതിന്. അത് ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ഇതേ ഒരു കട്ടിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പറ്റ നെയ്സാക്കിയിട്ട് ഒരിക്കലും കട്ട് ചെയ്തെടുക്കരുത്. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് റോസ്റ്റ് ആയാലേ നമുക്ക് ഇതിൽ നിന്നും മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ചെറിയൊരു ഗോൾഡൻ കളർ ആവണ വരേക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ചിരവിയ തേങ്ങ ചേർത്തി കൊടുക്കാം. അങ്ങനെ തേങ്ങ ചേർത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ. കൂടുതൽ സമയം നെയ്യിലൊന്നും റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം ഈ ചട്ടിയിൽ നിന്നും ഇത് നമുക്ക് മാറ്റാം. എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഈ പാനിലേക്ക് തന്നെ ഞാൻ ഒരു 1/4 കപ്പോളം ശർക്കര പൊടിച്ചത് ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ശർക്കര പാനിയാക്കി എടുക്കാം. അപ്പോൾ ദാ പാനിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ 1 കപ്പോളം ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കിയ ശർക്കര പാനി ഉണ്ടല്ലോ, അത് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഒന്നും പാടെ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തി കൊടുക്കാം. ഇനി ചേർത്തുന്നത് 1 ടീസ്പൂണ് ചെറിയ ജീരകം ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തതാട്ടോ. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം. കാരണം നമ്മളെ പഴം വാട്ടേണ്ടതിൻ്റെ മുമ്പായിട്ട് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് പഴം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഇതിലേക്ക്, അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഞാനൊന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും ചേർത്തി കൊടുക്കണേ. അത് വീഡിയോ ഒന്ന് വിട്ടുപോയതാണ്. പിന്നീട് നമ്മൾ നേരത്തെ നെയ്യിൽ വാട്ടി വെച്ച തേങ്ങയും പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ലൂസാണെങ്കിൽ മാത്രം കുറച്ച് ഗോതമ്പ് പൊടി ചേർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കേക്കിൻ്റെ ടിന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലൊന്ന് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ പാത്രമോ എന്തായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലവണ്ണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അടിച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഞാൻ മാറ്റി വെച്ചിരുന്നു, അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വെച്ച് കൊടുത്തിട്ട് അടിച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് നടുവശം ഒന്ന് കുത്തി നോക്കട്ടെ. ആയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം പാടെ വെച്ചാൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് സൈഡൊന്ന് ഇതുപോലെ ഒന്ന് വിടിവിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ, നെയ്യ് തടവി കൊടുത്തും പാടല്ലേ. അപ്പോൾ ദാ ഇത് ഞാൻ ഇതിൽ നിന്നും ഈ പാത്രത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, അടിവശമൊക്കെ പെട്ടെന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ദാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അങ്ങനെ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ദാ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഒരു ഐറ്റം തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേന്ത്രപ്പഴം ഗോതമ്പ് പൊടിയൊക്കെ ഉള്ള സമയത്തൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.